ഒരു മനുഷ്യനെ ജീവിതത്തിൽ എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും കൂടെ മാതാപിതാക്കളില്ലെങ്കിൽ അതിലൊന്നും ഒരു പരിപൂർണത ഉണ്ടാവില്ല എന്ന് തിരിച്ചറിഞ്ഞ 45 ദിവസങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ കടന്നു പോയത് കേട്ടോ. ഉമ്മാനെ ഇതിനു മുൻപ് 2 മാസം വിട്ട് നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അന്ന് ഞാൻ വെറും 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയായിരുന്നു. ഇപ്പോൾ ഈ 30കളിലെത്തിയിട്ടേ ഉമ്മ ഹജ്ജിന് പോയി 45 ദിവസം വിട്ട് നിന്നപ്പോൾ ഞാൻ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു. ഉപ്പ കരയുന്നത് കാണുന്നത് അപ്പോഴാണ്. ഉപ്പ പൂർണ്ണമാകുന്നത് ഉമ്മ കൂടെ ഉള്ളപ്പോഴും ഉമ്മാൻ്റെ കോൺഫിഡൻസ് ഉപ്പയാണെന്നും തിരിച്ചറിഞ്ഞ ആ ദിവസങ്ങൾ. പിന്നെ ജീവിതത്തിലെ ഏറ്റവും മോശം അവസ്ഥയിലൂടെയായിരുന്നു എൻ്റെ ഫാമിലി ഒരു സമയത്ത് കടന്നു പോയിട്ടുണ്ടായിരുന്നത്. ആ സമയത്തൊക്കെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ അമ്മായിയാളും അയൽവാസിയാളും കുഞ്ഞാമാരും എളാപ്പാരും അങ്ങനെ എല്ലാവരും ഒരു ഫാമിലി, നല്ലൊരു ഫാമിലി നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് എത്ര വലിയ അനുഗ്രഹമാണെന്നും തിരിച്ചറിഞ്ഞ ദിവസങ്ങളായിരുന്നു. അള്ള നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഫാമിലിയാണെന്ന് തിരിച്ചറിഞ്ഞ ഏറ്റവും മനോഹരമായിട്ടുള്ള നിമിഷങ്ങളായിരുന്നു കേട്ടോ. ഉമ്മ ഇല്ലാത്തതിൻ്റെ ഒരു കുറവും അവിടെ വരരുത് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും എപ്പോഴും വിളിക്കുന്നു, വരുന്നു, അന്വേഷിക്കുന്നു. അങ്ങനെ ഭയങ്കര എന്താ പറയുക, ജീവിതത്തിൽ ഒരേ ഒഴുക്കിൽ പോയിരുന്ന ദിവസങ്ങളിൽ കുറേ തിരിച്ചറിവ് എന്ന് പറയില്ലേ, അങ്ങനത്തെ ദിവസങ്ങളായിരുന്നു എന്ന് പറയണം. 45 ദിവസത്തിന് ഇത്രയും ദൈർഘ്യം ഉണ്ടാവുമെന്ന് പോകുന്ന സമയത്ത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. ഉമ്മാനെ പിക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങളെല്ലാവരും കൊച്ചിൻ എയർപോർട്ടിൽ പോയതായിരുന്നു കേട്ടോ. ചെറിയബൂനെ കൊണ്ടുവരാൻ ചെറിയാപ്പൂ റെജി ഒരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 2 വണ്ടിയിലായിട്ടാണ് ഞങ്ങൾ പോയത്. അവർ വേറെ വണ്ടിയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ 2 മണിക്ക് ഇറങ്ങിയതാണ്. ഇവിടെ എത്തിയപ്പോഴേക്കും എനിക്ക് നല്ല ജലദോഷം പനിയൊക്കെ ജോറായിട്ടോ. എന്തെങ്കിലും കഴിച്ചിട്ട് ബാക്കി യാത്ര തുടരാമെന്ന് പറഞ്ഞ് പോരുന്ന വഴിയിൽ ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് നല്ലൊരു ഹോട്ടൽ കണ്ടപ്പോൾ കയറിയിട്ടോ. കുഴപ്പമില്ലാത്ത ഫുഡ് അങ്ങനെ വേണം പറയാം, എന്നാലും മോശമില്ലാത്ത ഫുഡ് അത് വേണമല്ലോ പറയാം. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി നേരെ വീട്ടിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ പിന്നെ കുട്ടികളൊക്കെ ചാർജായി, ഓൾക്ക് മത്സരപ്പാച്ചിലായി. അങ്കൂൻ്റെ വണ്ടിൻ്റെ മുന്നിൽ ചാടണം, ഇക്കൂൻ്റെ വണ്ടിൻ്റെ മുന്നിൽ ചാടണം പറഞ്ഞ് അങ്ങനെ ഓവർടേക്ക് ചെയ്തിട്ടും കളിച്ചേരി തമാശയൊക്കെ ആയിട്ട് അങ്ങനെ വീട്ടിലേക്ക് മടങ്ങിയിട്ടോ. വീട്ടിൽ ഞങ്ങൾ എല്ലാവരും കാത്തുനിൽക്കുകയായിരുന്നു. അങ്ങനെ ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട്. എന്താ പറയുക, ഭയങ്കര സന്തോഷം. എല്ലാ ഉപ്പമാർക്കും ഉമ്മമാർക്കും പടച്ചോന് ആയുസ്സും ആരോഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വ്ളോഗ് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.